നമസ്കാരം. ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും സങ്കീർണവുമായ സന്ധികളിൽ ഒന്നാണ് കാൽമുട്ട്. കാൽമുട്ടിലെ വേദന ഒരു സാധാരണ പ്രശ്നമാണ്. പലപ്പോഴും ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിക്കാറുണ്ട്. എന്താണ് മുട്ടുവേദന, എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്, എങ്ങനെ തടയാം അല്ലെങ്കിൽ വേദന എങ്ങനെ കുറയ്ക്കാം എന്ന് നോക്കാം. വാദം. മുട്ടുവേദനയുടെ ഒരു പ്രധാന കാരണം വാദമാണ്. പ്രായം കൂടുമ്പോൾ കാൽമുട്ടിലെ തരുണാസ്ഥി തേയ്മാനം സംഭവിക്കുന്നത് വേദനയ്ക്ക് കാരണമാകാം. വീഴ്ചകൾ, കളികളിൽ ഉണ്ടാകുന്ന പരിക്കുകൾ, ലിഗ്മെന്റുകൾക്ക് സംഭവിക്കുന്ന ക്ഷതങ്ങൾ എന്നിവ മുട്ടുവേദനയ്ക്ക് വഴിവെക്കും. ഓട്ടം, ചാട്ടം തുടങ്ങി ആവർത്തിച്ചുള്ള ചലനങ്ങൾ കാൽമുട്ടിന് സമ്മർദ്ദം ചെലുത്തി വേദനയ്ക്ക് കാരണമാകാം. അമിതഭാരം കൂടുമ്പോൾ കാൽമുട്ടുകളിൽ അമിത സമ്മർദ്ദം വരികയും അത് വേദനയ്ക്ക് കാരണമാകുകയും ചെയ്യും. ആർത്രൈറ്റിസ് പോലുള്ള ചില രോഗങ്ങളും മുട്ടുവേദനയ്ക്ക് കാരണമാകാം. മുട്ടുവേദനയുടെ ലക്ഷണങ്ങൾ ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കും. സാധാരണയായി കാണുന്ന ചില ലക്ഷണങ്ങൾ നോക്കാം. കാൽമുട്ടിനോ അതിനു ചുറ്റുമോ ഉള്ള വേദന. കാൽമുട്ടിൽ വീക്കമോ നീർക്കെട്ടോ ഉണ്ടാകാം. കാൽമുട്ട് ചലിപ്പിക്കാൻ ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് രാവിലെ അല്ലെങ്കിൽ വിശ്രമിച്ച ശേഷം. കാൽമുട്ട് ചലിപ്പിക്കുമ്പോൾ ക്ലിക്ക് ശബ്ദങ്ങൾ കേൾക്കാം. കാൽമുട്ടിന് ബലക്കുറവോ ബാലൻസ് നഷ്ടപ്പെട്ടതുപോലെയോ തോന്നാം. ചെറിയ മുട്ടുവേദനകൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചില ലളിതമായ പരിഹാരങ്ങൾ നോക്കാം. വേദനയുള്ളപ്പോൾ കാൽമുട്ടിന് വിശ്രമം നൽകുക. അമിതമായ പ്രവർത്തനം ഒഴിവാക്കുക. വേദനയുള്ള ഭാഗത്ത് 15-20 മിനിറ്റ് ഐസ് പാക്ക് വെക്കുക. ഇത് നീർക്കെട്ടും വേദന കുറയ്ക്കാൻ സഹായിക്കും. ഇലാസ്റ്റിക് ബാൻഡേജ് ഉപയോഗിച്ച് കാൽമുട്ടിന് താങ്ങ് നൽകുക. ഇത് നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കും. കാൽമുട്ട് തലയിണ വച്ച് ഉയർത്തി വയ്ക്കുക. ഇത് രക്തയോട്ടം മെച്ചപ്പെടുത്താനും നീർക്കെട്ട് കുറയ്ക്കാനും സഹായിക്കും. ചിലപ്പോൾ ചൂട് വയ്ക്കുന്നത് പേശികളെ അയവുള്ളതാക്കാനും വേദന കുറയ്ക്കാനും സഹായിക്കും. അമിത ഭാരമുണ്ടെങ്കിൽ കുറയ്ക്കാൻ ശ്രമിക്കുക. ഇത് കാൽമുട്ടിലെ സമ്മർദ്ദം കുറയ്ക്കാൻ വളരെ സഹായിക്കും. അസഹനീയമായ വേദന അല്ലെങ്കിൽ വേദന കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ, കാൽമുട്ടിൽ കാര്യമായ വീക്കമോ ചുവന്ന നിറമോ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ കാൽമുട്ട് ചലിപ്പിക്കാൻ തീരെ കഴിയുന്നില്ലെങ്കിലോ വൈദ്യസഹായം തേടുക. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.